ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾക്ക് മത്തൻ വെച്ചൊരു വെറൈറ്റി റെസിപ്പി ഉണ്ടാക്കിയാലോ. ഒരു പാൻ ചൂടാക്കിയ ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കുക്കിംഗ് ഓയിൽ നന്നായി ചൂടായാൽ 2 വറ്റൽമുളക് കട്ട് ചെയ്തതും 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് നന്നായി ചൂടായാൽ 1/4 ടീസ്പൂൺ ഉലുവയും 1/2 ടീസ്പൂൺ പെരിഞ്ചീരകവും 1 ടീസ്പൂൺ കടുകും 1 ടീസ്പൂൺ നല്ല ജീരകവും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ചൂടാക്കിയെടുക്കാം. ഒരു ബൗളിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് ഇതിലേക്ക് 1/4 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് ഈ മസാലപ്പൊടികളൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ മസാല മിക്സ് പാനിലേക്ക് ഒഴിച്ചു കൊടുത്ത് എല്ലാം കൂടെ നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്ത ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് മസാലപ്പൊടികളുടെ ആ പച്ചമണം മാറുന്നതുവരെ വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം കട്ട് ചെയ്ത് വെച്ച മത്തനും കൂടെ ഇട്ട് കൊടുക്കാം. മത്തനും കൂടെ ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം പാൻ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അടപ്പൊന്ന് തുറന്നു നോക്കി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. മത്തൻ വേഗം വേവുന്ന വെജിറ്റബിൾ ആയതിനാൽ ഇതിന് വേവാൻ അധിക സമയമൊന്നും എടുക്കില്ല കേട്ടോ. ഒരു 10 മിനിറ്റ് കൊണ്ടൊക്കെ ഇത് വെന്ത് വന്നോളും. ഇനി ഇത് വെന്തോന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് നമ്മൾക്ക് ഒരു സ്പൂൺ വെച്ച് കട്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇതാ കണ്ടോ, ഇതിങ്ങനെ കട്ട് ചെയ്ത് വരുന്നുണ്ട്. ഈ കൺസിസ്റ്റൻസി ആയ ഇതിലേക്ക് കുറച്ച് മല്ലിത്തളയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് പാൻ അടച്ചു വെക്കാം.